ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. ഇപ്പം ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. ഗൈസ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, അപ്പം ഞങ്ങൾ പരിമല പള്ളിയിൽ നിന്നാണ് പോണത്. ഞങ്ങൾ പുതിയ വണ്ടിയിലാണ് പോണത്. പുതിയ വണ്ടി എടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ട്രിപ്പാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ചാച്ചി, ഞാനും അമ്മയും മമ്മിയും ചാച്ചനും എല്ലാവരും കൂടിയിട്ടാണ് വാഗമണ്ണിക്ക് പോകുന്നത്. ഗൈസ് അപ്പം നമ്മൾ വാഗമണ്ണിക്ക് പോകുന്നത് 1 ഡേ ട്രിപ്പായിട്ടാണ്. ഗൈസ്, അപ്പം നമ്മളുടെ പുതിയ വണ്ടിയിലുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ വണ്ടിയിൽ പോവാൻ. ഗൈസ്, അപ്പം നമ്മൾ വാഗമണ്ണിക്കുള്ള ഹൈ റേഞ്ച് കയറാൻ പോവാണ്. നമ്മൾ ഈരാറ്റുപേട്ട വഴിയാണ് വാഗമണ്ണിക്ക് പോകുന്നത്. ഇവിടെ കുറേ തേയിലത്തോട്ടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം നമ്മൾ പരിമലയിൽ നിന്ന് ഒരു രാവിലെ 10 മണിക്കാണ് പുറപ്പെട്ടത്. നമ്മൾ ഇനി വാഗമണ്ണ് എത്തുമ്പോൾ ഏകദേശം ഒരു 2 മണിയാവും. ഞങ്ങൾക്ക് ഇനി അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കണം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിപ്പോൾ വാഗമണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്താനായിട്ട് കുറച്ചും കൂടി പോയി വാഗമണ്ണ് എത്തും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ ചാച്ച ഉണ്ട്, മമ്മി ഉണ്ട്, പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഒരു അടിപൊളി വ്യൂ ആണ്. ആകാശത്ത് നല്ല ഭംഗിയുള്ള നീല കളറ് ആകാശമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വലിയ മലയുടെ മുകളിലാണ്. ഇപ്പോൾ ഈ കാണുന്ന മലയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തൊക്കെ കുറേ മല ഉണ്ട് കേട്ടോ ഗൈസ്. ആ മലയുടെ ഏറ്റവും ടോപ്പിലൊരു വീടുണ്ട്. അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. സ്കൂളിലാണ് തോന്നുന്നു, എന്താ അറിയില്ല. അതെ, അവിടെ നല്ല വ്യൂ ആണ്. പക്ഷെ വ്യൂ ഒന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. ഇവിടെ ഗോസ്ലോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പുലിയൊക്കെ ഇറങ്ങണ സ്ഥലമാണ് ഗൈസ്. ഇവിടെ അടിപൊളി വ്യൂ ആണ് കാണാനുള്ളത്. ഇവിടെ സൈഡിലൊക്കെ കണ്ടത് അടിപൊളിയാണ്. നേരത്തെ കുറേ വ്യൂ ഉണ്ടായിരുന്നു, സൂപ്പർ വ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടെ വെള്ളമൊക്കെ അങ്ങനെ ഒഴുകി വരുന്ന സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മലയുടെ ടോപ്പിലെത്തിയതാണ് സ്ഥലങ്ങൾ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകാശത്ത് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇവിടെ അടിപൊളി വ്യൂ ആണ്. പക്ഷെ ഒന്നും കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഈ മലയുടെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. സൈഡിലൊക്കെ അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വ്യൂ ആണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഇപ്പോൾ കുറച്ചുകൂടി പോയാൽ വ്യൂ പോയിന്റ് എത്തും. നമ്മളവിടെ നിന്ന് നിർത്തും. പിന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് നേരെ പോകുന്നത്. ഗായ്സ്, ഇവിടെ അടിപൊളി വ്യൂ ആണ്. നല്ല സൂപ്പർ ആയിട്ട് ഒരു അടിപൊളി മലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഗായ്സ്, ആ മലയുടെ മുകളിലെ മരങ്ങളൊക്കെ കരിഞ്ഞ് നിൽക്കുകയാണ്. അത്ര വെയിലാണ് കേട്ടോ അത്. ഗായ്സ്, അപ്പോൾ നമ്മൾ വാഗമണ്ണ് എത്താറായിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു അടിപൊളി മലയൊക്കെ കാണാനുണ്ട്. അപ്പോൾ സൈഡിൽ കുറേ മരങ്ങളുണ്ട്. ഇവിടെ ഫുള്ള് റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്ന സ്ഥലമാണ് മഴ പെയ്യുന്നത്. ഗായ്സ്, അപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഓരോ വീടുകളൊക്കെ കാണാനുണ്ട്. ഒരു പച്ചപ്പുള്ളൊരു മലയാണ് ഈ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ള സൈഡിലുള്ള മലകളൊക്കെ ഇങ്ങനെ അതിൻ്റെ മുകളിലുള്ള മരങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഉണങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളിക്കുളം എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ വാഗമണ്ണിക്ക്. ഗൈസ്, ഇവിടെ ഒരു അടിപൊളി വ്യൂ ആണ്. കുറേ മലകളൊക്കെ കാണാനുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പം നമ്മൾ
കുറച്ച് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ വാഗമൺ എത്തും. ഇവിടെ ഉണ്ടോ എന്ത് രസമാണ്. കുറച്ച് സ്ഥലത്ത് മാത്രം പച്ചപ്പുള്ള, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക ഉണങ്ങിയിട്ട് നിൽക്കുകയാണ്. കണ്ടോ ഈ ഒരു പോഷ ഫുള്ള് ഇങ്ങനെ ഉണങ്ങിയിട്ട് നിൽക്കുന്നു. നമുക്ക് ആ ബ്രൗൺ കളർ കാണാൻ അത് ഫുള്ള് ഉണങ്ങിയ പോർഷനാണ് ഗൈസ്. ആ പച്ച കളർ കണ്ടത് നല്ലപോലെ ചെടി ഉണ്ടാവുന്ന പോർഷനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വാഗമൺ എത്താറായി. നല്ല ഭംഗിയുള്ള വ്യൂകൾ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഉണങ്ങിയ ഒരു മലയുടെ ഒരു ഭാഗം ഫുള്ള് ഉണങ്ങിയേക്കാണ്. കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയി, ഇലയൊന്നും ഇല്ല ഗൈസ്. ഗൈസ് ഇവിടെ ഒരു അടിപൊളി വാലി കാണാനുണ്ട്. നല്ല രസമുണ്ട്. ആ മലയുടെ മുകളിലൊരു ഭാഗം ഫുള്ള് ഉണങ്ങിയേക്കാണ്. ഗൈസ് അടിപൊളി സ്ഥലമുണ്ട്, നല്ല ഭംഗിയുണ്ടാണ്. ഒരു അതിൻ്റെ മുകളിൽ ഗൈസ് ഒരു വീട് കണ്ടോ. അതിൻ്റെ മുകളിലൊരു വീടുണ്ട്. മേഘങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്. കാണാൻ അല്ലേ. ഒരു മല ഉണ്ട്. ആ മലയുടെ ഒരു സൈഡ് ഫുള്ള് പച്ചപ്പാണ്, സൈഡ് ഫുള്ള് ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക കേട്ടോ. എവിടെ പോണ വഴിക്ക് കുറേ ചെമ്പരത്തിപ്പൂവൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ വ്യൂ പോയിന്റ്. ആ ബിൽഡിങ് പോലെ കാണുന്നതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആ മലയുടെ ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് പൈൻ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടോ ഗൈസ് മരത്തിൽ ഒറ്റൊരു ഇല പോലും ഫുള്ള് ഉണങ്ങിയിട്ട് ഗൈസ്. ആ ബിൽഡിങ് പോലെ കാണുന്നതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. അവിടെ കുറെ ഐസ്ക്രീം വണ്ടികളെ തോന്നുന്നു, കുറെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് ഒരു വ്യൂ ആട്ടോ. ഇത് ഒരു അടിപൊളി വ്യൂ ആണ്. അതെ ഈ മലയുടെ ഈ ഒരു ഭാഗം ഫുള്ള് ഇങ്ങനെ കരിഞ്ഞ് കിടക്കാണ്. ബാക്കിയുള്ള സൈഡൊക്കെ നല്ല പച്ചപ്പും നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ബിൽഡിങ് പോലുള്ളതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇവിടെ പോവാൻ നല്ല രസമുണ്ട്. നല്ല അടിപൊളി വഴിയാണ്. ഇവിടെ കുറേ ഇങ്ങനെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പൊ നമ്മള് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അവിടെ ഒരു ഫ്ലാറ്റ് ഒക്കെ ഇവിടെ അടിയിൽ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അവിടെ ഫ്ലാറ്റ് ഒക്കെ ഗൈസ്. അപ്പം നമ്മൾ വാഗമൺ എത്തി. ഇതേവിടെ കുറേ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതേവിടെ ബോഗൺവില്ലയുടെ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോയിട്ടാണ് നമ്മളുടെ കുരിശുമല പോണ റോഡ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോണത് ഗൈസ്. അപ്പോൾ ഇതാണ് കുരിശുമല പോണ റോഡ്. നമ്മൾ കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ പൈൻ ഫോറസ്റ്റ് എത്തും കേട്ടോ. നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തണേക്കാട്ടിയും മുമ്പ് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഉള്ളൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പൈൻ ഫോറസ്റ്റ് കാണാൻ പോകുന്നത് ഗൈസ്.
ഗൈസ് ഈ വഴിക്കാണ് നമ്മളുടെ പൈൻ ഫോറസ്റ്റ്, മൊട്ടക്കുന്ന്, പിന്നെ കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്ക്, പിന്നെ തങ്ങൾ മല ഒക്കെ ഇവിടെ കേട്ടോ. ഗൈസ് അപ്പം നമ്മൾ ഈ വഴിയിലുള്ള ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മൊട്ടക്കുന്നിക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തങ്ങൾപ്പാറയ്ക്കാണ് ഗൈസ് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലൊരു ഗാർഡൻ ഉണ്ട്, റോസ് ഗാർഡൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത് ഗൈസ്. പിന്നെ ഉള്ളത് നമ്മളുടെ ഹൈ റേഞ്ച് കയറി വന്നിട്ട് ലെഫ്റ്റിക്കുള്ള വഴിയിൽ ഒരു ബോട്ടിങ് ഉണ്ട് ഗൈസ്. നമ്മൾ അവിടെ സമയം ഉണ്ടെങ്കിൽ മാത്രമാണ് കയറുന്നുള്ളൂ ഗൈസ്. നമ്മുടെ ടൗൺ കഴിഞ്ഞിട്ടാണ്, വാഗമണ് ടൗൺ കഴിഞ്ഞിട്ടാണ് ബോട്ടിങ് വരുന്നത് ഗൈസ്. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മളുടെ വാഗമണിൽ കാണാനുള്ളത്. ഇവിടെ ആകാശത്ത് നല്ല ഭംഗിയിൽ മേഘങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്താറായിട്ടുണ്ട്. ദേവയുടെ ഈ സൈഡിൽ നല്ല ഭംഗിയിലൊരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ കുറേ കടകളും സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പൈൻ ഫോറസ്റ്റ് ആണ്, വാഗമൺ പൈൻ ഫോറസ്റ്റ്. ഇതേ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. അതേ വെല്ലിട്ട സാധനങ്ങളുണ്ട്, ബാഗുണ്ട്, ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കുട്ടികൾക്കുള്ള ടോയ്സും കീ ചെയിനും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയുണ്ട്. കടയിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അതേ സൈഡിലൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഗൈസ്. ഈ വഴി നേരെ പോയിട്ടാണ് പൈൻ ഫോറസ്റ്റിലേക്ക് ഇറങ്ങുന്നത്. ഇതേപ്പോൾ ആ കാണുന്നതാണ് നമ്മളുടെ പൈൻ ഫോറസ്റ്റ്. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ ഗൈസ്. നമുക്ക് ടിക്കറ്റ് എടുക്കണം. വലിയ ആൾക്ക് 30 രൂപയും ചെറിയ കുട്ടികൾക്ക് 15 രൂപയും. പിന്നെ ഇവിടുത്തെ ഫോട്ടോഗ്രാഫിക്കൊക്കെ 100 രൂപ കേട്ടോ. ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്. ചാച്ചി ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. കുറേ എന്താ പറയുക, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല തണുപ്പാണ് ഗൈസ്. ഇവിടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ ഫ്രെയിം ചെയ്തിട്ട് തരും കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഗൈസ് അപ്പോൾ ഈ കാണുന്ന ബേർഡ്സ് നമ്മുടെ പൈൻ ഫോറസ്റ്റിലുള്ളതാണ്. പിന്നെ അതേവിടെ കുറേ പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൗക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ വീഡിയോ ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഞങ്ങളുടെ ഫാമിലികൾ. ഇവിടെ വീഡിയോ ഗെയിം ഉണ്ട്, ഗാർഡൻ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ ഗൈസ് അപ്പം നമുക്ക് പോയി നോക്കാം എന്താ താഴെ കാണുമെന്ന് പറയാൻ പറ്റില്ല. പോയി നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസം കേട്ടോ അവിടെ നടക്കുക. അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് വ്യൂസ് കണ്ടിട്ടോ കേട്ടോ എല്ലാവരും. ഗൈസ് ഇവിടെ ഇതൊക്കെയാണ് വ്യൂ ഗൈസ്. അപ്പോൾ ഇത് നമ്മളുടെ പൈൻ ഫോറസ്റ്റിലുള്ള ആനിമൽസിൻ്റെ എന്താ പറയുക ഫുട് പ്രിൻ്റാണ്. എലിഫൻ്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, വൈൽഡ് ഡോഗ് ഉണ്ട്, ഗോർ ഉണ്ട്, പിന്നെ സാമ്പാർ ഡിയർ ഉണ്ട്, പിന്നെ പോർക്കിപ്പൈൻ ഉണ്ട്, സ്ലോത്ത് ബിയർ ഉണ്ട്. അതിന് കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ബേർഡ് ഫീറ്റ് ആണ്. കാട്ടിൽ ടൈഗർ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പശുവൊക്കെ കരയുന്നുണ്ട്. എനിക്ക്
എനിക്കിത് കേട്ടിട്ട് സത്യം പറയാം പേടിയൊന്നുണ്ട്. ഓരോ പ്രത്യേകിച്ച് ടൈഗറിൻ്റെ പിക്ചറും ലെപ്പേർഡിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അത് ഇവിടെ അവിടെ വെച്ചിട്ടുള്ള നല്ല കണ്ട് ഗൈസ്. സുഭാഷിനെയൊക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ മിനിമൽ വോയിസ് ഗൈസ്. അപ്പം ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് കണ്ടിറങ്ങി. ഇനി ഞങ്ങൾ നേരെ ഇവിടുന്ന് മൊട്ടക്കുന്നിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മൊട്ടക്കുന്നിലേക്ക് എത്താനായിട്ടുണ്ട്. അതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഗൈസ് ഈ കാണുന്നതാണ് നമ്മളുടെ മൊട്ടക്കുന്ന്. ഞങ്ങൾ ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഗൈസ് ഈ കാണുന്നതാണ് മൊട്ടക്കുന്നിൻ്റെ എൻട്രൻസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മഴക്കാലത്ത് ഇങ്ങനെയല്ലാവുക, ഫുള്ള് പച്ചപ്പ് പിടിച്ചിട്ടാവുക. ഇപ്പോൾ ഇതാകെ ഉണങ്ങിയിട്ട് ഇരിക്കുന്നത് വേനൽക്കാലമായതുകൊണ്ട് നല്ല ചൂടാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൊട്ടക്കുന്ന്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ്. ഇവിടെ നമ്മുടെ സിബ് ലൈനൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാണ് ഗൈസ് കുറച്ച് നേരം. ഇവിടെ നല്ല വ്യൂ ആണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ ഗൈസ്. ഈ മൊട്ടക്കുന്നിൻ്റെ അപ്പുറത്ത് ചെറിയ ലേക്ക് ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ കളിക്കാനും ഓടി കളിക്കാനും കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഇരിക്കുമ്പോൾ. ഇതാ കാണുന്നതാണ് മൊട്ടക്കുന്നിൻ്റെ അടുത്ത ലേക്ക് എന്ന് പറയുന്നത് ഗൈസ്. ഗൈസ് അപ്പം ഞങ്ങൾ മൊട്ടക്കുന്ന് കണ്ടിട്ട് ഇറങ്ങി. ഞങ്ങൾ അവിടെ ടൗണിലുള്ള ഒരു ബോട്ടിങ്ങിലേക്ക് പോയി നോക്കുകയാണ്. ഇപ്പം ഇനി ബോട്ടിങ് അടച്ചോന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾ ഒന്ന് വെറുതെ പോയി നോക്കുകയാണ് ഗൈസ്. ഗൈസ് ഈ കണ്ടാണ് നമ്മുടെ വാഗമൺ ടൗണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റും പിന്നെ ലോഡ്ജും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഗൈസ് ഇവിടെ നല്ല തിരക്കാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ.